കേരളത്തിൽ ശരിയത്ത് നിയമം അടിസ്ഥാനമാക്കി ഒരു ജിം വരുന്നു. പാട്ടുണ്ടാകില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയം, വസ്ത്രധാരണ മാനദണ്ഡങ്ങൾ, അങ്ങനെയൊക്കെയാണ് പുതിയ ജിം വാഗ്ദാനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചർച്ചകളിൽ പുതിയൊരു വിഷയമാണ് ഇപ്പോൾ ഇസ്ലാമിക സൗഹൃദ ജിം. മതവിശ്വാസങ്ങൾക്ക് അനുസൃതമായി അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം എന്നാണ് ഉടമകൾ പറയുന്നത്. ഇത് ഫിറ്റ്നസിനെയും കായിക പരിശീലനത്തെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു പ്രവണതയാണ്. അതോ മതപരമായ കാരണങ്ങളാൽ സാധാരണ ജിമ്മുകളിൽ എത്താൻ മടിക്കുന്ന സ്ത്രീകൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനും വ്യായാമത്തിനും കൂടുതൽ അവസരം ഒരുക്കുന്ന ഒരു മാതൃകയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ മതവിശ്വാസങ്ങൾക്ക് അനുസൃതമായി പ്രത്യേക ഇടങ്ങൾ രൂപപ്പെടുന്നത് സ്വാഭാവികമായ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. അതോ അത് സമൂഹത്തെ കൂടുതൽ വിഭജിക്കുന്നതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്? കേരളത്തിൻ്റെ മത സൗഹാർദ്ദ അന്തരീക്ഷത്തെ ഇത്തരം ആശയങ്ങൾ ബാധിക്കുമോ? അതോ വ്യത്യസ്ത ജീവിത രീതികൾക്കും വിശ്വാസങ്ങൾക്കും ഇടം നൽകുന്ന സമൂഹമായി പരിണമിക്കുകയാണോ നമ്മൾ? നാളെ ഹിന്ദു ഫ്രണ്ട്ലി ജിം, ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ജിം എന്ന പേരുകളിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയാൽ, അങ്ങനെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നാൽ അത് അംഗീകരിക്കപ്പെടുമോ? ഒരു സ്വകാര്യ സ്ഥാപനം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അതിൻ്റെ അതിര് എവിടെ വരെയാകാം? ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന ആശയം എന്തുകൊണ്ടാണ് വിവാദമാകുന്നത്? മതമോ രാഷ്ട്രീയമോ സമൂഹത്തിൻ്റെ മാറുന്ന സ്വഭാവമോ അതിന് കാരണമാണോ? വ്യായാമത്തിൽ മതവിശ്വാസത്തിന് പ്രസക്തിയുണ്ടോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. എന്നോടൊപ്പം നിറയെ ആളുകൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഫോൺ കോളിലുമൊക്കെ ചേരുന്നുണ്ട് ഈ ഇസ്ലാമിക ഫ്രണ്ട്ലി ജിമ്മിനെ കുറിച്ച്. ആദ്യം ശ്രീ മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നത് മഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി ജിമ്മിലേക്ക് പോകുന്നയാളാണോ? നമസ്കാരം. ശ്രീ മുഹമ്മദ് മഞ്ചേരി ജിമ്മിലേക്ക് പോകുന്നയാളാണോ? ഞാൻ ജിമ്മിലൊന്നും പോകലില്ല. അപ്പൊ ഇസ്ലാമിക് ജിമ്മുകളെ കുറിച്ച് പറയാൻ എന്താണ് താല്പര്യം? അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സാറേ. അതിപ്പോ ഞാൻ ഇപ്പൊ കണ്ടപ്പോഴല്ലേ അറിയുന്നേ, ഇപ്പൊ ഇന്നലെ തൊട്ട്. അത് അഭിപ്രായം, ആ പേര് അത് ഒരു തെറ്റായ രീതിയിലായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നാളെ പിറ്റേന്നിപ്പോ സാറ് പറഞ്ഞാല് ഹിന്ദു മുസ്ലിം വേറുള്ളതൊക്കെ ആയിട്ട് അതും വരുമല്ലോ. അപ്പൊ ഇത് ഇസ്ലാം എന്ന് പറഞ്ഞത് എല്ലാവർക്കും പാടെ ആയിട്ട് അവർക്ക് മാത്രമേ ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ വരും അതില് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അത് സാധാരണ രീതി ആവുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ്. ശരി, അപ്പൊ എല്ലാവർക്കും പോകാൻ കഴിയുന്ന ജിമ്മ് ആണ് നല്ലത്. അവിടെ ഇസ്ലാം ഫ്രണ്ട്ലി, ക്രിസ്ത്യൻ ഫ്രണ്ട്ലി, മുസ്ലിം ഫ്രണ്ട്ലി എന്നൊന്നും വേണ്ട. പക്ഷെ ഈ പാട്ടൊന്നും ഇല്ലാത്ത ഒരു ജിമ്മൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടോ ശ്രീ മുഹമ്മദ്? മഞ്ചേരിക്കാർക്ക് അങ്ങനെയാണോ? അത് എനിക്ക് അറിഞ്ഞൂടാ, ഓരോരുത്തരുടെ താല്പര്യമാണ്. അങ്ങനെ പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അത് പണ്ട് വളരെ സുംബ ഡാൻസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിനൊക്കെ എതിർപ്പുണ്ടായിരുന്നു. അതേപോലെ ഇനിയിപ്പോ ഇതിന് മറ്റുള്ളവര് എതിർക്കൊക്കെ ചെയ്യും. ശരി, അപ്പൊ അതൊക്കെ നിർത്തുന്നതാണ് നല്ലതെന്നുള്ള എന്റെ അഭിപ്രായം സാറേ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് പറയുന്നത് ഇത്തരം പ്രവണതകൾ നല്ലതിനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. പ്രമോദ് നാണു എനിക്ക് കുറേ ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുറേ ഹൃദയങ്ങൾ അങ്ങോട്ട് അയക്കുന്നു. നമസ്കാരം മനു. എൻ്റെ ശ്രീമതി ചോദിക്കുന്നു, ഞാൻ മനുവിനോട് പിണക്കത്തിലാണോ എന്ന്. എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കാത്തത്, സംസാരിക്കാത്തത് എന്നാണ് ചോദ്യം. എന്തു പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാര്യയോട് ശ്രീ ശശിധരൻ പിള്ളയാണ് ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ശ്രീ ശശിധരൻ പിള്ള, അങ്ങയുടെ ധർമ്മപത്നിയോട് പറയേണ്ടത്, നമ്മൾ ഭയങ്കരമായി വൈകാരിക അടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളാണ്. നമ്മൾക്കിടയിൽ എന്ത് പിണക്കമുണ്ടായാലും അത് ഒരു മിനിറ്റ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. വാക്തർക്കങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതുകൊണ്ടൊന്നും നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല. നമ്മളൊക്കെ ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത പൊതുവേദിയുടെ അവിഭാജ്യമായ ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയോട് സധൈര്യം പറയാം, ഒരിക്കലും ഇത് ഒരു പിണക്കത്തിലേക്ക് പോകില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, ചട്ടിയും കലവുമായൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ ഭാര്യ നമ്മളെ പിണക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അവരോട് പറയണം അത് നടക്കില്ല എന്ന് പറയണം. ഓക്കെ, മുരളീധരൻ നായർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ എം എൻ മുരളീധരൻ നായർ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ നമുക്കൊപ്പം ഉണ്ട്. സൂപ്പി ഉണ്ട് എന്നോടൊപ്പം വെള്ളമുണ്ടയിൽ നിന്ന്. സൂപ്പി ജിമ്മിലൊന്നും പോകുന്ന ആളല്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ലേ? ഇല്ല,
സാധാരണഗതിയിൽ പണിയെടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആരോഗ്യമാണ് കൂടുതലും അല്ലേ? നമസ്കാരം. ആ അപ്പൊ ഈ ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മിനോട് സൂപ്പിയുടെ അഭിപ്രായം എന്താ? അങ്ങനെ ഒരു പരിപാടി എനിക്ക് നല്ലതല്ലെന്നുണ്ട് എന്റെ. കാരണം അത് ഓരോ വിഭാഗത്തുമായിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ എത്ര വിഭാഗങ്ങളായിട്ടാ മാറുക. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മാത്രമല്ല, പല വിഭാഗങ്ങളുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ഉള്ളൊരു മതവിശ്വാസമുള്ള ആളുകൾക്ക് പോയി അവരുടെ ഒരു വിശ്വാസത്തിനനുസരിച്ച് ആ കായിക വ്യായാമം കൂടി വേണം എന്ന് തോന്നിയാൽ അതിനൊരു ഇടം ഒരുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് സൂപ്പിയുടെ മറുപടി എന്താണ്? അത് പണ്ട് കരാട്ടല്ല എന്നാ പറയാ വേറെ ഇത് പിന്നെ കരാട്ടല്ലാത്ത വേറൊരു പരിപാടി ഇല്ലേ, കുരുക്കളെ പരിപാടി, കുരുക്കൾ, കളരിയൊക്കെ മുമ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പിന്നെ നിന്നുമില്ലേ. അപ്പൊ അതുപോലെയുള്ള പരിപാടിയാണ് ഇത് എന്റെ അഭിപ്രായം. ഞാനിത് കണ്ടിട്ടില്ല സംഭവം. ശരി, ഓക്കെ, വ്യക്തമാണ് അപ്പോൾ താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എനിക്ക് നിറയെ ചുവന്ന പൂക്കൾ ആളുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ചുവന്ന പൂക്കൾ ഫോർ മനു 100 പൂക്കൾ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഷിജു, നിറയെ പൂക്കൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇന്ത്യ ഈസ് ഗെറ്റിംഗ് പോളറൈസ്ഡ് വിച്ച് ഷുഡ് നോട്ട് ഹാപ്പൺ എന്ന് എന്നോട് പറയുകയും ചെയ്യുന്നു. ഓക്കെ, എന്നോടൊപ്പം ജയൻ എറണാകുളത്ത് നിന്ന് ചേരുന്നു. ശ്രീ ജയൻ, നമ്മുടെ ജിമ്മിന് പോകുന്ന ആരും നമ്മുടെ പൊതുവേദിയിൽ പ്രേക്ഷകരായി ഇല്ലേ? ആരും ജിമ്മിൽ പോകുന്ന ആളുകളൊന്നും വിളിക്കുന്ന, എല്ലാവരും വീട്ടിലിരിക്കുന്ന ആൾ. ശ്രീ ജയൻ ജിമ്മിൽ പോകുന്ന ആളാണോ? ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല, പക്ഷെ നമ്മുടെ ജോലി ഏകദേശമൊക്കെ ഹാർഡ് വർക്ക് ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ശരി. അപ്പൊ അല്ലാതെ തന്നെ പണിയെടുക്കുമ്പോൾ തന്നെ മസിലുകൾക്ക് ആവശ്യമായ ഒരു ശക്തി കിട്ടുന്നുണ്ട്, വ്യായാമം അല്ലേ? അതെ അതെ അതെ. എന്താണ് ഈ ഭാരിച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഉയർത്താറുണ്ടോ? ഇല്ല, നമ്മൾ ഹോട്ടൽ ഫീൽഡ് അല്ലേ, നമുക്ക് എപ്പോഴും വലിയ ഉരുളി പാത്രങ്ങളും. അത് ശരി, അതാണ് ഞാനും വിചാരിച്ചത് അവിടെ. അപ്പോൾ ഇതാണ് വലിയ വലിയ പാത്രങ്ങളുണ്ടാവും, വലിയ ഭാരമുള്ള, അതിൽ ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ തന്നെ അത് ഭാരം, അത് വൃത്തിയോടുകൂടി എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ പണിയാണ്. ശരിയാണ്, എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്തിന് ഹോട്ടലുണ്ടായിരുന്നു, അത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള നടപ്പാണെങ്കിൽ ഒരു ദിവസം ഒരു ഹോട്ടലിൽ അങ്ങോട്ട് നടക്കുന്ന ഇറങ്ങി റോട്ടിൽ കൂടി നടക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിന്റെ ബോർഡർ കിടക്കും. പക്ഷേ ഉള്ളിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം, നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല അല്ലേ? പടി തുടങ്ങിയാൽ അവസാനിക്കുന്നവരെ നടപ്പ് തന്നെ. ഓക്കെ, അപ്പൊ ഈ വ്യത്യസ്ത ജിമ്മുകളിൽ ആളുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഭയാശങ്ക വരേണ്ട സമയം. നമുക്ക് മുമ്പുള്ള പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള സഹോദരന്മാർ തന്നെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശബരിമല അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും ഇതുപോലുള്ള ഓരോ വിവാദങ്ങളും ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊക്കെ. അല്ലാതെ പ്രത്യേകിച്ച് കായിക വിനോദം ചെയ്യണമെങ്കിലോ അല്ല അതിനങ്ങനെ പ്രത്യേകിച്ച് ജാതി മതം അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ആ ഡോക്ടറുടെ ജാതി ചോദിച്ചിട്ടാണോ നമ്മൾ ഹോസ്പിറ്റലിൽ പോണേ? അപ്പൊ ഇനി നാളെ പിന്നെ ക്രിസ്ത്യൻ ഫുട്ബോൾ, ഹിന്ദു ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഇതുപോലെ വേർതിരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക. അതൊന്നും നടക്കില്ലെന്നേ. നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ചെറിയൊരു കോർണറിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് അതിന് മാധ്യമ ഇത് കൊടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ ബെറ്റർ എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പെരുകും. നമ്മളിത് ആദ്യം ഇത് ചെറുതാന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറയുന്ന എല്ലാ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇല്ല താങ്കളപ്പം ഞാൻ യോജിക്കുകയാണ്. കാരണം തുടക്കത്തിലേ തന്നെ നമ്മളിത് കാണുമ്പോൾ അത് നോട്ടത്തെ ആൾക്കാരുടെ ഇടയിലേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് ആ തെറ്റായ പ്രവണതയാണെങ്കിൽ അത് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് നല്ലൊരു നടപടിക്രമം തന്നെയാണ്. അത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോടൊപ്പം മഹി ചേരുന്നുണ്ട്. ശ്രീ മഹി ടെലിഫോൺ കട്ടായിപ്പോയി. ഓക്കെ, സാരമില്ല. അപ്പോൾ ശ്രീ ജയകുമാർ എന്നോട് ശശിധരൻ പിള്ള എന്നോട് പറയുന്നത്, ജയകുമാർ ഈ മനു ഓരോ ദിവസവും ചുള്ളനായി വരികയാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആകെ സന്തോഷവാനാകുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും സുന്ദരനായി വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യമൊക്കെ ചോദിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു തരില്ല. അതൊക്കെ എൻ്റെ മാത്രം ചില പ്രത്യേക രസക്കൂട്ടുകളുണ്ട്. അത് അങ്ങനെ പുറത്തേക്ക് വിടാൻ പറ്റില്ല. അത് ഈ പ്രായത്തെ അതിജീവിക്കും. ഞാൻ ഈ ന്യൂസ് 18-ലെ ഏറ്റവും പ്രായം കൂടിയ ആളുകളിൽ ഒരാളാണ് കേട്ടോ. പലരും വിചാരിക്കുന്നത് ഈ കിരൺ ബാബുവൊക്കെ എന്നേക്കാൾ പ്രായമുള്ള ആളാണ്. സത്യത്തിൽ അവരൊക്കെ എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ആളുകളാണ്. ഇവിടെ ഏറ്റവും പ്രായം കൂടിയവരുടെ കൂട്ടത്തിൽപ്പെടുന്നയാളാണ് ഞാൻ. ഒരുപക്ഷെ ഈ സ്ക്രീനിൽ വരുന്ന ഏറ്റവും പ്രായം കൂടിയ ആളും ഞാൻ തന്നെയായിരിക്കും. അപ്പോൾ പ്രായത്തെ അതിജീവിക്കാനുള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ അത് സൗഹൃദമാണ്, സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ഈ പൊതുവേദിയിലെ ആളുകളൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും സംവദിക്കുമ്പോൾ നമ്മൾ തന്നെ ചെറുപ്പമാകും. അതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ വേറെയും ചില രഹസ്യങ്ങളുണ്ട്, ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഏതായാലും ജയൻ, യു ആർ 100% കറക്റ്റ് എന്ന് ശശിധരൻ പിള്ള പറയുന്നു. മുഹമ്മദ് കുട്ടി എന്നോട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീ മുഹമ്മദ് കുട്ടിക്ക് എൻ്റെയും ഹായ്. ശ്രീ രാജൻ തിരുവല്ലയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാജൻ ജിമ്മിൽ പോകുന്ന ആളാണോ?
അല്ല സാറേ, ഞാനൊരു 70 വയസ്സുള്ള വൃദ്ധനാണ്. ജിമ്മിൽ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ജിമ്മോ, കളരി, കളറട്ടെ, ഗുസ്തി എന്തെങ്കിലും പരിശീലിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഈ മനുഷ്യനെ കുത്തിത്തിരിക്കാനും കേരളത്തിലെ സഹോദരങ്ങളായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഈ തിരിക്കാനുള്ള ഒരു മെത്തേഡായത്. ഇതെങ്ങനെ പലതും ഉണ്ട്. ഹോട്ടലുകൾക്ക് ഏതാണ്ട് പ്രത്യേക പേരൊക്കെ എഴുതി വെച്ച് അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അന്നേരം ഹിന്ദു ഐക്യവേദി, മറ്റേ ഐക്യവേദി എന്നുള്ളവര് അതിനെ എതിർക്കും. അന്നേരം ഇവർ വേറൊരു വിധത്തിൽ എതിർക്കും. എന്നിട്ട് ഈ രാഷ്ട്രീയമായി ഇന്ന് അത് കഴിഞ്ഞിട്ട് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റ കച്ചവടം ചെയ്യാൻ ആ ഒരു പരിപാടിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇതിനെ അറ്റൻഷൻ കിട്ടാനുള്ള ഒരു തന്ത്രമായിരിക്കും അല്ലേ? തന്ത്രവാ. പക്ഷെ കേരളീയരത് അംഗീകരിക്കത്തില്ല. കേരളത്തിലുള്ളവർ എല്ലാം അറിയാം, അവർ ഇതൊന്നും അംഗീകരിക്കത്തില്ല. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സുബൈർ ഉണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് നമ്മുടെ സുബൈർ. അപ്പോൾ സുബൈർ ഈ ജിമ്മിൽ പോയിട്ടുണ്ടോ? നമസ്കാരം. ഈ 52 വയസ്സ് വരെ കൂടുതലൊന്നുമല്ലട്ടാ. കൂടുതലല്ല, 52 വയസ്സ് കൂടുതലല്ല. അല്ല, ഏറ്റവും പ്രായം കൂടിയ ആളെന്ന് പറഞ്ഞു. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ന്യൂസ് 18-ലെ പ്രായം കൂടിയവരിൽ ഒരാളാണ്. അല്ലാതെ ഞാൻ മുടി വെട്ടിയ അന്ന് തന്നെ ഞാനും മുടി വെട്ടി, നിങ്ങളെ കണ്ടിട്ട് നല്ല വൃത്തിന്റെ കാണാനിപ്പോ. അതെ, ഞാൻ വേറെ കാര്യം വിളിച്ചതാ. പക്ഷെ ഇവിടെയുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞു ഇത് വെട്ടിയപ്പോ തല വല്ലാതെ ചെറുതായി പോയെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ സുന്ദരല്ലോ. ഞാൻ ഇത് മനഃപൂർവ്വം ചോദിച്ചാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇത് ആളുകൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എന്നെ വിമർശിക്കും. കേട്ടോട്ടെ നല്ലതാ, പ്രായം കുറയും. അതായത് ഞാൻ വേറെ കാര്യം പറയാൻ വിളിച്ചത്, ഒത്തിരി ആൾ കേൾക്കണം. ഇന്നലെ ഞാനൊരു യാത്ര പോയിരുന്നു, ട്രെയിനിൽ വന്ന് തൃശ്ശൂർ ഇറങ്ങി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു. നമ്മുടെ UDF-ന്റെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. എന്താ കാട്ടിച്ചിട്ടുള്ള ഗണേശകുമാർ വയറെടുത്തിട്ടുണ്ട്. വയറെടുത്തൊക്കെ ഷീറ്റിന്റെ അടിയിൽ കൂടെ ഒരു കവറും ഇല്ലാണ്ട് പൈപ്പൊന്നും ഇടാണ്ട് വയറെടുത്തിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ്റില്ല, വെള്ളം ചാടിയിട്ട്. എന്താ ഉദ്ദേശം ഇവര്? ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ പറഞ്ഞു. പിന്നെ എങ്ങനെയാ സാധനം നഷ്ടത്തിലാണ്ട് പോവാ? മനുഷ്യന് കയറാൻ പറ്റില്ല അങ്ങോട്ട്, ആ ജാതി. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ പറഞ്ഞു തൃശ്ശൂർ സിറ്റിയിൽ. നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുകൾ പലയിടത്തും ഞാൻ നോക്കിയിട്ട് പല ആളുകൾ ഇത് എന്നോട് നേരത്തെയും നമ്മുടെ പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ള ക്യാമറ ഫോട്ടോ എടുക്കുന്ന വെച്ച് പിന്നെ അവിടെ എല്ലാവരും കൂടെ തന്നെ പെരുമാറും. ഇപ്പൊ രാത്രി 12 മണിക്ക്. ഒന്നാമത്തെ കാര്യം, ഇത്തരം ഈ KSRTC സ്റ്റാൻഡിലൊക്കെ നല്ല ശൗചാലയങ്ങൾ ആദ്യം വേണം. നമ്മൾ ഒരു മാളിലൊക്കെ ഇപ്പൊ പഴയതുപോലെ അല്ല. പഴയെന്ന് വെച്ചാൽ നമുക്ക് കയറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിൽ വടക്കേ ഭാഗത്ത് വെച്ചിരുന്നു. ഇപ്പൊ നേരെ തെക്കേ ഭാഗത്തേക്കാക്കി. അത് ഫ്ലാറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ടൈലടിച്ചാൽ മതി. അതൊക്കെ ഒരടി 2 അടി പൊക്കത്തിൽ കഴിയും. ആ വെള്ളത്തിലൊക്കെ ചവിട്ടി വെള്ളത്തിലൊക്കെ കയറി വെള്ളം നല്ല ലെഫ്റ്റോളിട്ട് വെക്കില്ല കാൽ പുലർച്ചെ വന്നിട്ട്. അതൊക്കെ ഒന്ന് വൃത്തിയായി സംരക്ഷിക്കാനൊക്കെ ഉള്ള ഒരു പൊതുബോധം ഇനി ഈ സ്ഥാപനങ്ങളിൽ വരണം. കാരണം ഒരു 5 രൂപ 10 രൂപ ചാർജ് ചെയ്താൽ ആളെ പേര് എനിക്ക് കിട്ടണില്ല. ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അതിൽ വരുന്ന പഴയ ഗണേശകുമാറിന്റെ പേര് തന്നെ വരുന്നത്. അല്ല, ആൾക്ക് ഇനി നേരിട്ട് നിവേദനം കൊടുക്കേണ്ടി വരുന്നതായിരിക്കും. ഒറ്റാളിന് ഞാൻ പലയിടത്തും സംസാരിച്ച് പറഞ്ഞ ഇത് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാന്ന്. അതായത് നമ്മുടെ CP ജോൺ ഇതിൽ കാര്യമായി ഇടപെടുമെന്ന് CP ജോൺ കേൾക്കണം, തഴച്ചു കൊടുക്കും വേണം. ആ കൂടാണ്ട് കുറെ ഒരു TV വെച്ചിട്ടുണ്ട്. ആ TV ആണെങ്കിൽ വർക്ക് ആവണില്ല. ഈ മഴയത്ത് നിൽക്കുന്നത് അവിടെ. അങ്ങനെയും കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാം. ബസ്സിനൊക്കെ ടൈം പാളം തെറ്റിട്ട് പോണത് മഴ കാരണം. അപ്പൊ പൈപ്പ് ഇലക്ട്രിക് വയർ കൊടുത്തിട്ടുണ്ട്. അത് വല്ല ബ്ലാക്ക് പൈപ്പ് ഇട്ടിട്ടോ വല്ല പോളിത്തീൻ പൈപ്പ് ഇട്ടിട്ടോ ഇട്ടാൽ മതി. ഇത് നാളെ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുക, ഷോക്ക് അടിച്ച ആൾക്കാർ മരിച്ചിരുന്നു. കേൾക്കൂലേ? ശരിയാണോ? അതെ. അപ്പൊ ഏതായാലും നമുക്ക് അത് ഞാൻ വിചാരിക്കുന്നത് CP ജോണിന് നമുക്ക് ഇത് അയച്ചു കൊടുക്കാം. അദ്ദേഹം എന്താണ് അത് ഇത് പക്ഷെ അവിടുത്തെ ഒരിടത്തെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ട് സമഗ്രമായ ഒരു മാറ്റം. അതെ, പക്ഷെ എങ്കിലും ഒരു അഴുക്ക് ചായി പ്രോപ്പറായിട്ട് സമനിരപ്പില് ടൈലടിക്കുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്ര വൃത്തിയിൽ കൊണ്ടടക്കാൻ പറ്റും അവിടെ കടകൾ. അപ്പൊ അതന്നെ ആൾക്കാർ ഈ സാധനം ബഹിഷ്കരിക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നോക്കി അതിലും കുറച്ചുകൂടി വൃത്തിയില്ല. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. യെസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സുബൈറുമായി സംസാരിക്കാൻ കഴിഞ്ഞു, സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ബിനുകുമാർ ചടയമംഗലത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ ബിനുകുമാർ, നമസ്കാരം സാറേ. ഞാൻ കുറേ ജിമ്മുകളെ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കുമോ എന്ന് അറിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ബിനുകുമാറിന് ജിമ്മ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അതായത് സാറേ, എന്റെ മകൻ ജിമ്മിന് പോകുന്ന ഒരാളാണ്. ആണോ? ഇത് മറ്റേ ബോഡി ബിൽഡിംഗ് ആണോ അതോ ഗുസ്തി? ബോഡി ബിൽഡിംഗ് ആണ്. അവൻ മറ്റേ കൊല്ലം ജില്ലയുടെ അവന് കിട്ടിയിട്ടുണ്ട് സമ്മാന ബോഡി. മിസ്റ്റർ കൊല്ലം ആണ് മിസ്റ്റർ കൊല്ലം ഉണ്ട്, നേരത്തെ ഉണ്ട്. കൂടാതെ ഈ സംസ്ഥാന തലത്തിലേക്ക് പുള്ളി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ നല്ലപോലെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു കക്ഷിയാണ്. ശരി. ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുന്നു. പിന്നെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ റിട്ടയർഡായി. 24 ഏപ്രിലിൽ ഞാൻ കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഞാൻ റിട്ടയർഡായി. അപ്പോൾ പക്ഷെ ഞാൻ കുട്ടിക്കാലം പോലെ എന്നെ കൊണ്ട് മക്കളെല്ലാം നല്ലപോലെ ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ശരിക്കും കുന്താലി എടുത്ത് കിളയ്ക്കുകയൊക്കെ ചെയ്യും.
അപ്പോൾ എനിക്കൊരു 25 വയസ്സുള്ളപ്പോഴേ ഈ ജിമ്മിൽ കിട്ടുന്ന ഈ സിക്സ് പാക്ക് ഒക്കെ എന്റെ വയറ്റിലുണ്ട്. അത് ശരി. പണ്ടേ ഉണ്ട് നല്ലപോലെ. ഇപ്പോഴും എനിക്ക് 58 വയസ്സ് കഴിയുന്നു, പക്ഷെ ഇപ്പോഴും നല്ല മസിലാണ് എന്റെ ശരീരം. ചെറുപ്പത്തിൽ അവിടെ ചടയമംഗലത്ത് ഒരു ചെറുകിട ഹെർക്കുലീസ് ആയിരുന്നു അല്ലേ, ബോഡിയൊക്കെ ആയിട്ട്? ശരിക്ക് ഹെർക്കുലീസ് ആയിരുന്നു. ശരി. പിന്നെ ഇപ്പം സാറ് പറഞ്ഞ കണക്കുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു സാറേ. കുറച്ച് പ്രശ്നക്കാര് എല്ലാ കാലങ്ങളിലും കാണും. പക്ഷെ കാര്യമാക്കണ്ട, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു പൈതൃകമുണ്ട്, അതിൻ്റെതായ ചരിത്രമുറങ്ങുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. ആനയുടെ മുകളിൽ ഒരു അണ്ണാൻ നിന്ന് കാണിക്കുന്ന വേലയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോട് ഇപ്പം യൂട്യൂബിലും നിറയെ പ്രേക്ഷകർ എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒന്നും കൊടുക്കരുതെന്ന് പറയാൻ സുനിൽ മോദിയെ കാണാൻ പോയിരുന്നു ഡൽഹിയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വ്യായാമത്തിന് മതം വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ശിവദാസൻ നായർ പറയുന്നു. ഇതൊക്കെ ചില തൽപര കക്ഷികളുടെ ഉടായ്പാണ്, നല്ലവരായ നമ്മൾ ഇതിൽ വീഴാതെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. എനിക്ക് കൃഷ്ണൻകുട്ടിയെ കാണാം. അദ്ദേഹം ചുവന്ന ഹൃദയങ്ങൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്ക് അയച്ചിരിക്കുന്നു. എനിക്ക് ചില ചുവന്ന ഹൃദയങ്ങൾ വരുന്നുണ്ട്. ശ്രീ സുനിൽ അയക്കുന്നതാണ്. സുനിലിൻ്റെ ചുവന്ന ഹൃദയങ്ങൾ 3 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അദ്ദേഹത്തിന് ധാരാളം ചുവന്ന ഹൃദയങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അതോടൊപ്പം സുനിൽ ജോസഫ് എനിക്ക് ചുവന്ന പൂക്കളാണ് അയക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് നിറയെ ചുവന്ന പൂക്കളും ചുവന്ന ഇതുമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സുനിൽ പറയും നമ്മളൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ ശശിധരൻ പിള്ള പറഞ്ഞല്ലോ, ഭാര്യയും വിചാരിക്കുന്ന ശശിധരൻ പിള്ളയും ഞാനും തമ്മിൽ എന്തോ തർക്കമുണ്ടെന്നൊക്കെ. അപ്പോൾ ഇല്ലെന്ന് പറയാനാണ്. ഓക്കെ, റോസാപ്പൂ റോസ് എന്നോട് പറയുന്നത് അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ ജിം, ഹിന്ദു ജിം, മുസ്ലിം ജിം എന്നൊക്കെ വേർതിരിച്ച് തുടങ്ങാം അല്ലോ, അതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ. TPC കുട്ടി എന്നോട് എന്നപ്പോൾ ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ TPC കുട്ടി, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ സാർ, തൃശ്ശൂർ മുതുവറ ടൗണിന്റെ അടുത്ത് തന്നെയാണത്. അത് ശരി. ഹലോ സാർ, എനിക്കിതിനെ പറ്റി പറയാറുള്ളത്, ജിമ്മിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇസ്ലാമിക ജിം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശ്രീ TPC കുട്ടി ജിമ്മിൽ പോയിട്ടുണ്ടോ അതുവരെ? ഞാൻ വളരെ ഇപ്പൊ കുറച്ചായിട്ട് പോകുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരാളെ അന്വേഷിച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോൾ ഇത് അവിടെ മതപരമായ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും വേറെ ഒരു മുസ്ലിം മതപരം അങ്ങനെയൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഹെൽത്ത് മെയിൻ്റെനൻസ് ആണല്ലോ അതിൽ പ്രധാനം. അതിനിപ്പോ ഈ ജിമ്മ് ഇസ്ലാമിക എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പല പല വിസ്മയങ്ങളും വരാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ പെട്ട വല്ല വിസ്മയം ആയിരിക്കാം. കാരണം ആരോഗ്യം നോക്കുന്നവർക്ക് ഇപ്പൊ ഇത് ഈ മതം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഓക്കെ. അപ്പൊ ശ്രീ TPC കുട്ടി കേൾക്കാമോ? പോയോ? പറയൂ സാർ. അങ്ങ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? ഞാന് ബാങ്കിലായിരുന്നു സാർ, കാനറ ബാങ്ക് സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ ഞാനും ഫാമിലിയിൽ വൈഫും മക്കളും ഒക്കെ ജിമ്മിൽ പോയിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ജിമ്മുണ്ട്. പ്രധാന ലക്ഷ്യം തടി കുറയ്ക്കലായിരുന്നു അതോ ജസ്റ്റ് ഒരു ഫിറ്റ്നസ് ആയിരുന്നു? തടി കുറയ്ക്കല്ല, ഹെൽത്ത് മെയിൻ്റെനൻസ്, നമ്മുടെ മസിൽ ഒരു യൂണിഫോമായി നിലനിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അത് ശരി. അപ്പൊ കാനറ ബാങ്കിൽ ഏത് ബ്രാഞ്ചിലായിരുന്നു, എവിടെയായിരുന്നു? ഞാന് തൃശ്ശൂരുണ്ടായിരുന്നു, പിന്നെ പല സ്ഥലത്ത് കൽക്കത്ത, അസ്സാം, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലത്തുണ്ടായിരുന്നു സാർ. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഏതായാലും അങ്ങേ പോലെ ഒരു ധനകാര്യ വിദഗ്ധരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. ഒപ്പം ആരോഗ്യരംഗത്ത് ജിംനേഷ്യത്തിലൊക്കെ പരിചയസമ്പന്നനായ ഒരാളുമായി സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. താങ്ക് യു. സാർ. അപ്പോൾ KG കുമാർ എന്നോടൊപ്പം ചേരുന്നു, കൊട്ടാരക്കരയിൽ നിന്നാണ്. കുമാർ ജിമ്മിലൊന്നും പോകുന്ന ആളല്ലല്ലോ. ശ്രീ കുമാർ ജിമ്മിൽ പോകുന്നുണ്ടോ? രാവിലെ 6 കിലോമീറ്റർ നടക്കും. ജിമ്മിലൊന്നും പോകാറില്ല. രാവിലെ 3 കിലോമീറ്റർ ദൂരത്ത് പോയിട്ട് തിരിച്ചും വരും. അന്നേരം 6 കിലോമീറ്റർ ആയി. ഇത് ചെറുപ്പം തൊട്ടേ നടക്കും അതോ ഈ അവസാനമായപ്പോ ഷുഗർ ഒക്കെ വന്ന ഒരു? അല്ല, ഇപ്പൊ ഒരു 5-6 കൊല്ലം കൊണ്ടാണ് നടക്കുന്നത്. ശരി. മറ്റേത് അത്യാവശ്യത്തിനൊക്കെ നടക്കും. പക്ഷെ ഈ നടക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് ഇപ്പൊ ഒരു 5-6 കൊല്ലമായി, 6-7 കൊല്ലം ആയി തുടങ്ങിയിട്ട്. ശരി. അപ്പൊ ശ്രീ കുമാർ എന്ത് തോന്നുന്നു, ഈ ജിമ്മുകളിൽ ഇങ്ങനെ മതപ്രശ്നങ്ങൾ വരും എന്നത് ആശങ്കപ്പെടേണ്ട ഒന്നാണോ ശ്രീ കുമാർ? ആശങ്കപ്പെടേണ്ടല്ല, ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇത്. കാര്യം ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ ജിമ്മിൽ ലേഡീസിന് വേറെ ഒരു വിങ്ങായിട്ടാണല്ലോ. അപ്പൊ പിന്നെ ഈ ഹിജാബ് ധരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഒരു പ്രത്യേക ഇതിന്റെ ആവശ്യം ഉണ്ടോ? കാര്യം അവിടെ സ്ത്രീകളുടെ ഇതിലങ്ങ് വിട്ടാൽ പോരെ. അപ്പൊ സ്ത്രീകള് പരസ്പരം കൂടെ നിൽക്കുന്ന സ്ത്രീ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്ന്
അവര് കണ്ടാലും പ്രശ്നമാണോ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അല്ല, അവരെപ്പോഴും ഈ ഇത് പുറത്ത് കാണിക്കരുതെന്നാണോ, സ്ത്രീകളെ കാണിക്കലും പുരുഷനെ കാണിക്കുന്നല്ല, പുറത്തത് അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെയാ മനസ്സിലാക്കണം, എനിക്ക് അതിനെ പറ്റി കൃത്യമായി കൈയും മുഖവും മാത്രം പുറത്ത് കാണിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനമായും പറയുന്നത്, ബാക്കിയെല്ലാം അല്ല. ഇപ്പൊ ഈ പണ്ട് ഇവിടെ നമ്മുടെ കൊട്ടാരക്കരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ സാരിയുടെ പിന്നെ മുന്താണ പിടിച്ച് തലയെ കൂടി ഇടുന്ന സ്ത്രീകളായിരുന്നു മൊത്തം ഉള്ളത് പണ്ടൊക്കെ, നേരത്തെയൊക്കെ. ഇപ്പോഴും മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കൊട്ടാരക്കര. ഇപ്പോഴാണെങ്കിൽ ടൗണില്, നമ്മുടെ ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഹിജാബ് ധരിച്ചിട്ടാ പോകുന്നത്. പക്ഷെ ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ മാത്രമുള്ള ആയിട്ട് സ്ത്രീകൾക്ക് വേറെ വിങ്ങാണ്, പുരുഷന്മാർക്ക് വേറെ വിങ്ങാണ്. അങ്ങനെ ആക്കിയാലും മതിയല്ലോ. കാര്യം ഇത്രയും പാടുപെടേണ്ട ഇതില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ കാണുന്ന ആൾക്കാരെ കൊണ്ട് ഇനി ജിം ജിഹാദി എന്നൊക്കെ പറയാനുള്ള പരിപാടിയാണോ ഈ ഒപ്പിക്കുന്നത്? എന്നിട്ട് ആൾക്കാർ തമ്മിൽ ഉടക്കുണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി ഒപ്പിച്ച് വെക്കുന്നതാണോ എന്നും ഒരു സംശയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ആവശ്യം എന്തുവാന്നാ മനസ്സിലാവാത്തത്. വെറുതെ ഈ പ്രവാചകന്റെ നാട്ടിൽ, സൗദി അറേബ്യയിൽ പോലും ഇല്ലാത്ത ഓരോ നിയമങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ, ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവിടെ പോലും അവര് വളരെ വളരെ പിന്നെ പുരോഗമിച്ച് എല്ലാം പിന്നെ ഈ അനാചാരങ്ങള് ഒരു പരിധി വരെ, ഈ പണ്ട് ഹിന്ദുക്കളും അതേപോലെ ആയിരുന്നല്ലോ, ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം നമ്മൾ. ശരി, അപ്പൊ മറ്റൊരു പ്രേക്ഷകൻ വളരെ നന്ദി അങ്ങ് അഭിപ്രായം പങ്കുവച്ചു. എന്നോടൊപ്പം രാധാകൃഷ്ണ പണിക്കർ ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണ പണിക്കർ, കേൾക്കാമോ? ഹലോ സാർ. ആ, നമസ്തേ. നമസ്കാരം. ശ്രീ രാധാകൃഷ്ണ പണിക്കർ ജിമ്മാണോ? ആണോ? എന്തോ രാധാകൃഷ്ണ പണിക്കർ പറഞ്ഞോ? ജിമ്മാണോ? ബോഡി ബിൽഡർ ആണോ? ഞാൻ ഇപ്പൊ ജിമ്മൊന്നുമല്ല, എനിക്കിപ്പോ വയസ്സ് 68 പണ്ട് പോയിട്ടുണ്ട് ജിമ്മില്. ജിമ്മിൽ പോയിട്ടുണ്ട്? ഉണ്ട്. ഏത് ജിമ്മിലാ പോയത്? ഞാൻ ഇവിടെ മാരുതി ജിം എന്നും പറഞ്ഞ് കലവൂരുള്ള ഒരു ജിമ്മിൽ പോയിരുന്നു. ഇപ്പൊ ആ ജിമ്മില്ല. മാരുതി ജിമ്മോ? മാരുതി ജിം. ആഹാ, അതെവിടെയാണ് സ്ഥലം? അത് കലവൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പോഴതില്ല. ഞാൻ ഈ മാരുതി ജിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജിമ്മിന്റെ പേര് മാരുതി ജിം എന്നായിരുന്നു. അതാ ഞാൻ ഓർത്തത്. അപ്പൊ പക്ഷെ അവിടെ ജിമ്മ് മാത്രമല്ല, അവിടെ കളരിയും ജിമ്മും വെയിറ്റ് ലിഫ്റ്റിംഗ്, റസ്ലിംഗ്, ജൂഡോ അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളുള്ള ഒരു ജിമ്മായിരുന്നു. ആ ജിമ്മും ഇപ്പോൾ ഇല്ല. അതാണ് ഞാൻ പെട്ടെന്ന് മാരുതി ജിം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ പാലക്കാട് മറ്റോ പോയതാണോ. ആ, ശരി. അതെ. അപ്പൊ ഇതേക്കുറിച്ച് പറയുമ്പോഴേ എന്റെ സാറേ, ഇതൊരു പഴയ ഒരു ഇരുണ്ട കാലത്തോട്ട് ലോകം പോവുകയാണെന്നുള്ളതാണ് ഇത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നായർ മാട്രിമോണിയൽ, ക്രിസ്ത്യൻ മാട്രിമോണിയൽ, മുസ്ലിം മാട്രിമോണിയൽ, ഈഴവ മാട്രിമോണിയൽ എന്നതുപോലെ തന്നെ ഇപ്പൊ ഇസ്ലാം ജിം, ഇതൊക്കെ എന്തൊരു ശരിക്കും പറഞ്ഞ ഇതിനൊക്കെ പറയേണ്ട ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാധ്യമങ്ങൾ കൂടെ പറയാൻ പറ്റുന്ന ഭാഷകളല്ല. അതൊരു ശരിയായ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടത്തെ ഒരു ഇരുളടഞ്ഞ ലോകത്തോട്ട് പോവുകയാണ്. എത്ര കോടി ജനങ്ങളുണ്ട് സാറേ ഇവിടെ. എന്തുമാത്രം അവയവ മാറ്റങ്ങളാണ് നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ളത്. ഓരോ അവയവങ്ങളും എടുത്തിട്ട് ഇത് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ഇത് ഏത് സമുദായക്കാരാണ് ഇത് എടുക്കുന്നത്? അതൊക്കെ വ്യത്യസ്ത സമുദായക്കാരല്ലേ അത് അവർക്ക് വച്ച് പിടിപ്പിക്കുന്നത്. അവരിൽ തുടിക്കുന്ന ജീവന്റെ അംശങ്ങളെന്ന് പറയുന്നത് ഓരോ വ്യത്യസ്ത മതസ്ഥരുടേതല്ലേ. ഇന്നാളും കണ്ടില്ലേ 9 മാസം പ്രായമായ ആൽമി എന്ന് പറയുന്നൊരു പിഞ്ചു കുഞ്ഞിന്റെ അവയവങ്ങളെ ആ സമുദായക്കാർക്കാണ് കൊടുത്തത്. അപ്പൊ ഇതൊന്നും മനുഷ്യന് മനസ്സിലാക്കാനുള്ള ആ ഒരു രീതി നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഡോക്ടർ MP മണി നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം ഒരു ഡോക്ടറും കൂടിയാണ്, ആയുർവേദ. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യനായത് മുതൽ, ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽ മനുഷ്യനെ മർമ്മപ്രധാനമായ അവയവങ്ങൾ മാറ്റിവെക്കാൻ വരെ ശാസ്ത്രം വളർന്നിരിക്കുന്നു. ശാസ്ത്രബോധം മനുഷ്യൻ്റെ മോചന മാർഗമാണ്. അപ്പോൾ അത് ശാസ്ത്രബോധം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സുനിമോൾ എന്നോടൊപ്പം ചേർന്നുണ്ട്. ഈ സുനിമോളിന് പാവം ഈ പൊതുവേദി കാണുന്ന സമയത്താണ് ട്യൂഷൻ എടുക്കേണ്ട സമയം. അപ്പോൾ അത് പാവം കഷ്ടപ്പെട്ടാണ് ഇതിലേക്ക് പൊതുവേദിയിൽ വന്ന് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും സുനിമോൾ ആറിന് എൻ്റെ ആശംസകൾ. ട്യൂഷനും പൊതുവേദിയും കൂടെ ഒരുമിച്ച് നടക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. മനുവിനെ എന്നെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പേര് മനുവിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടില്ല. ഇത് ശിവദാസൻ നായർ എന്നാണ്. അത് ശരി. അല്ല, ശിവദാസൻ നായർ വേറെ ഉണ്ട്. 2 ശിവദാസൻ നായരുണ്ട്. ഒരു സദാശിവൻ നായർ വേറെ ഉണ്ട്. അതുപോലെ തന്നെ ശിവദാസൻ നായർ വേറെ ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ അങ്ങനെ അത് രണ്ടും കാണുമ്പോൾ ഞാൻ പറയുകയാണ്. അല്ലാണ്ട് ശ്രീ ശിവദാസൻ നായർ എനിക്ക് പേര് തെറ്റൂ. അപ്പോൾ അതാ മനുവിന് എൻ്റെ എനർജിയാണെന്ന്. ഓക്കെ, എന്ത് എനർജിയാണെന്നാണ്. ഓക്കെ, എനർജി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതായാലും ഈ സദാശിവൻ നായർക്കും ശിവദാസൻ നായർക്കും എന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി പറയുന്നുണ്ട്. അതോ ഇനി ഞാൻ സദാശിവൻ നായരെ ശിവദാസൻ നായർന്ന് വിളിച്ചു
മാറി വിളിച്ചതെന്ന് അങ്ങനെ എനിക്കറിയില്ല. ചിലപ്പോഴൊക്കെ എനിക്കങ്ങനെ തെറ്റൊക്കെ പറ്റാറുണ്ട്. പങ്കജാക്ഷൻ നായർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. ശ്രീ പങ്കജാക്ഷൻ നായർക്ക് നന്ദി. അപ്പോൾ അതുപോലെ തന്നെ നിരവധി പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ ഉമേഷ് കോഴിക്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഉമേഷ്. നമസ്കാരം. ശ്രീ ഉമേഷ് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. കോഴിക്കോടൊക്കെ ധാരാളം ജിമ്മ് ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ? ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല. ഞാൻ ഒരു ശാരീരിക എന്താ പറയാ ഭാഷ തന്നെ പറഞ്ഞ ഒരു കൂട്ടവയറും ഒക്കെ ഉള്ള ഒരാളാണ്. പണ്ട് ഞാൻ സത്യത്തിൽ പണ്ട് മണൽ വാരുന്ന പണിയാണ് എനിക്ക്. അപ്പൊ അതില്ലാത്തതുകൊണ്ട് പോകില്ല. പക്ഷെ മണൽ വാരുന്ന ജോലി ആയതുകൊണ്ട് അപ്പൊ ശാരീരിക ഇതുണ്ട്, ശക്തിയുണ്ട്. ഇനിയിപ്പോ ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല അല്ലേ? അതിന്റെ ആവശ്യകത ഉണ്ടായില്ല. പിന്നെ ഇതെന്താ സംഭവം തന്നെ എനിക്ക് മനസ്സിലായില്ലേ. എന്താ ഇസ്ലാം സംസ്കൃതി ജിമ്മോ? ഒരു ജിമ്മ് തുടങ്ങുന്നു എന്നാ പറയുന്നത്. അപ്പൊ മുസ്ലിം ഫ്രണ്ട്ലി, ഇസ്ലാം ഫ്രണ്ട്ലി. ഇതെന്നെല്ലാം പറഞ്ഞാൽ ഒരു ശാരീരികമായുള്ള എന്താ ഇന്നത്തെ ചെറുപ്പക്കാരെ അധികം കാണാം, ഒരു മസിലെല്ലാം പെരുപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ. പക്ഷെ നല്ലതാണ്. ഏത് വ്യായാമം ശരീരത്തിന് നല്ല ഒരു സംഭവമാണ്. അതിന് പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ വ്യായാമത്തിന്റെ ആവശ്യകതയൊന്നുമില്ല. പക്ഷെ ഇതൊന്നും വളർത്താൻ പാടില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും വളർത്താൻ പാടില്ല സമൂഹത്തിൽ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോട് നമ്മുടെ ശശിധരൻ പിള്ള പറയുന്നത് സദാശിവൻ നായരെ ശിവദാസൻ നായർ എന്ന് വിളിച്ചാലും പേടിക്കാനില്ല, രണ്ടിലും ശിവനുണ്ട്, അപ്പോൾ രണ്ടുപേരും ഒന്ന് തന്നെ എന്ന് പറയുന്നത്. രണ്ടിലും ശിവനുണ്ട്, രണ്ടിലും ദാസനുണ്ട്. അപ്പോൾ ശിവൻ്റെ ദാസൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. നമസ്കാരം. പറയാതെ വയ്യ, ഞാൻ സാധാരണ പറയാറില്ല. സാറിന്റെ മുഖം എന്താ പറയാ മനസ്സുപോലെ തന്നെ സുമുഖനാണ്, അത് പറയാതെ വയ്യ. കണ്ടോ, ഇവിടെ പല ആളുകൾ ഞാൻ മുടി വെട്ടിയപ്പോൾ ഈ ന്യൂസ് 18-ലെ ആളുകൾ പറയുന്നത് എൻ്റെ മുടി വെട്ടിയത് ശരിയായില്ല, തല ചെറുതായി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് പൊതുവേദി പ്രേക്ഷകർ കൂട്ടത്തോടെ നൽകുന്നതെന്നാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം. അല്ല, ഞാൻ ഈ വിധം സംസാരിക്കാറില്ല, പറയാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് സാറിനെ കണ്ടപ്പോ പറയണമെന്ന് തോന്നി. അത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാ. സാറിന്റെ മനസ്സുപോലെ തന്നെ സുമുഖനാണ്, അത് സന്തോഷം. താങ്ക് യു. പിന്നെ ഇത്തരം ഈ വിധത്തിലുള്ള മതപരമായ രീതികൾ നമ്മൾ ആശങ്കയുണ്ട്. ഏത് വിധത്തിലാണ് പോവുക, എന്തായിരിക്കും അതിന്റെ ലക്ഷ്യം, ഇത് എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കും, ഇത് വേണമായിരുന്നോ എന്നുള്ള ആശങ്കയൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ അവരൊക്കെ പുരോഗമിച്ച് ഇപ്പൊ ഏത് തലത്തിലാണെന്ന് ഇപ്പൊ അവിടെ പോണവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. സൗദി അറേബ്യയിലാണ് കുറച്ചുകൂടി ഇതുണ്ടായിരുന്നത്, അവിടെയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റിപ്പോ മസ്കറ്റ്, സൗദി ദുബായ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വെസ്റ്റേൺ കൺട്രിയേക്കാളും വികസിച്ച എല്ലാ തരത്തിലും വേഷഭൂഷാദികളിൽ എല്ലാ തരത്തിലും ആണ്. അവർക്ക് യാതൊരുവിധ മാറ്റം ഇതില്ല, ചിന്തകളുമില്ല. മുസ്ലിം എന്ന ചിന്തയെ അവർക്കില്ല. വളരെ കാലം ഞാൻ ഗൾഫിലുണ്ടായിട്ട് എന്നോട് ഒരാൾ പോലും എന്റെ ജാതി ചോദിച്ചിട്ടില്ല. പേര് ചോദിക്കും, അങ്ങനെ അറിയുന്നല്ലാതെ ജാതി ചോദിച്ചിട്ടില്ല. യാതൊരുവിധ ജാതിയിലൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. അവർക്ക് ജോലി ചെയ്താൽ മതി, അതാണ് അവിടുത്തെ ഒരു സ്റ്റൈല്. പോട്ടെ. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പം ഈ വിധത്തിൽ വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ നമ്മൾ ഭയം അല്ല, വേവലാതിപ്പെടണോ, അതങ്ങോട്ട് വിട്ടാൽ മതിയോ, അത് ഇപ്പൊ നല്ലതാണോ, ഇതൊക്കെ ശരിയാണോ, നമുക്ക് ആശങ്ക ഉണ്ടാവും സമൂഹത്തില്. കാരണം എല്ലാ വിഭാഗം ജനങ്ങളായിട്ട് നമ്മൾ സൗഹൃദത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്തരം ഇതുകളൊക്കെ മുളച്ചു വരുന്നത് സമൂഹത്തിന് നന്നായിരിക്കുമെന്ന് എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട് വാസ്തവത്തിൽ. ഓക്കെ, അപ്പം ഏതായാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. വളരെ നന്ദി ശ്രീ പ്രസന്നൻ മാള. അപ്പോൾ ശ്രീ പ്രസന്നൻ മാളയൊക്കെ എന്നെ ഇന്ന് സുന്ദരൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് സന്തുഷ്ടനാവുകയാണ്. കാരണം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. പലപ്പോഴും വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നിരീക്ഷിച്ച് അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയും ഉണ്ട്. അപ്പോൾ ശിവദാസൻ TK എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി പേരുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ചിലതൊക്കെ ഞാൻ ശിവദാസനെ ഒക്കെ ഇങ്ങനെ തെറ്റി വിളിക്കുന്നുണ്ട്. അപ്പോൾ ശിവദാസൻ TK എന്നോട് പറയുന്നു, നമസ്കാരം, നോ കമൻറ്റ്സ് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്, ഇസ്ലാം സൗഹൃദ ജിം. ഓക്കെ, എനിക്ക് ഇതൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ അച്ചുമാമൻ പറഞ്ഞതുപോലെ 2047 ആകുമ്പോൾ എന്താകും അവസ്ഥ എന്ന് സുനിൽ ചോദിക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിലും എത്രയോ ഭേദമായി വരുന്നു എന്നാണ്. തല ചെറുതായി
ചെറുതായി എന്ന് പറയുന്നവരോട് ഒന്നു മാത്രം പറയുക, വലിയ തലയുണ്ടായിട്ട് കാര്യമില്ല, തലയ്ക്കകത്ത് ആൾതാമസം വേണം. എന്നെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പൊതുവേ ഇന്ന് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന എന്നെ ഇങ്ങനെയൊക്കെ വിമർശിച്ചവർക്കുള്ള മറുപടിയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ പാർത്ഥസാരഥി എന്നോടൊപ്പം ചേരുന്നത് ഹരിപ്പാട് നിന്നാണ്. പാർത്ഥസാരഥി നമസ്കാരം. ഞാൻ വളരെ നാൾ ട്രൈ ചെയ്തിട്ടാ കിട്ടുന്നത്. അത് ശരി. എല്ലാരും പറഞ്ഞ പോലെ ഇന്ന് മനുസാറിന്റെ മുഖത്ത് വളരെ പ്ലസന്റാ കാണാൻ കേട്ടോ. വളരെ ഹാപ്പിയാണ്, ലുക്കിലേക്ക് വെരി പ്ലസന്റ് ആണ് എല്ലാവരും. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജിമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം, ഒരു സൗഹൃദമായി മത സൗഹാർദ്ദം നിലനിർത്തിക്കപ്പെടുന്ന രാജ്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവർ ഇങ്ങനെ വ്യത്യസ്തമായി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഗ്രൂപ്പ് വേറെ കോമ്പറ്റീഷൻ തുടങ്ങും. അങ്ങനെ തുടങ്ങി ഇത് വളരെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മുടെ രാജ്യം. വളരെ മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ ന്യൂസ് 8 രാവിലെ 8 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് അതിന്റെ സമയം ഒന്ന് മാറ്റിയാവുന്നതാണ്. കാരണം രാവിലെ കാപ്പ് വിളിക്കാനൊക്കെ ഇരിക്കുമ്പോ ഈ കൊലപാതകവും പിടിച്ചുപറിയും അതുപോലുള്ള ന്യൂസ് ഐറ്റംസ് 8 തൊട്ട് 9 വരെ നിങ്ങളുടെ അത് പ്രശ്നം ചെയ്യും. അതിന്റെ ടൈം ഒന്ന് മാറ്റുകയാണെങ്കിൽ, ഒരു പ്രസന്റായ ന്യൂസ് ഐറ്റംസ് രാവിലത്തെ ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും എല്ലാവരും. ഇത് രാവിലെ നമ്മുടെ ഈ പോലീസ് ഡയറി എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് എത്തുന്നത് അത് വളരെ ഒരു ഓക്വേർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മനുസാറിനെ നോക്കിയിട്ട് വളരെ സുന്ദരനാണ്, സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോട് പിന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടിയുണ്ട്, AK കൃഷ്ണൻകുട്ടി. അദ്ദേഹം പറയുന്നത്, വായനശാലയിലേക്ക് വരരുതേ നീ എൻ്റെ ദൈവമേ, വിവിധ മതക്കാർ അവിടെ കാണും മതമില്ലാത്തവരും. കളിസ്ഥലങ്ങളിലേക്ക് വരരുതേ നീ എൻ ദൈവമേ, വിവിധ മതക്കാർ വന്ന് കളിക്കും മതമില്ലാത്തവരും. എത്ര മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ പക്ഷേ ഞാൻ നിരീശ്വരവാദിയല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ദൈവം എന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നൊരു സ്ഥലത്തുണ്ടാകും എന്നാണ് ഞാനും കരുതുന്നത്. പ്രദീപ് എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ പ്രദീപിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ സംഭവിച്ചു. ഓക്കെ, ഡേവിഡ് വിജയ് ജാംനഗറിൽ നിന്ന് ചേരും. ശ്രീ ഡേവിഡ് വിജയ് ജിമ്മിലൊക്കെ പോയിട്ടുണ്ടോ? ഡേവിഡ് വിജയ് ഇനി ഈ പ്രായത്തിൽ പോയിട്ടില്ല. ഏതാണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എക്സർസൈസിന് പോയിട്ടുണ്ട്. സൗത്തിൽ ഞാൻ പള്ളുരുത്തിക്ക് വരുന്നതിന് മുമ്പ് ഒരു വാടക വീട്ടിലായിരുന്നു, എറണാകുളം സൗത്തിൽ താമസിച്ചത്. അവിടെ എറണാകുളം ജിം ഉണ്ടായിരുന്നല്ലേ? അവിടെ സൗത്ത് സ്റ്റേഷൻ. ഇപ്പൊ അവിടെ ഒന്നും നിങ്ങൾ കണ്ടാൽ അറിയില്ല, മെട്രോ ഒക്കെ വന്നു. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ നമ്മുടെ ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നു, അവിടെ ബോഡിയൊക്കെ ഉള്ളൊരു ബിൽഡിംഗ്. അവിടെ കുറെ പേര് വരും. ഞങ്ങൾ അവിടെ എക്സർസൈസ് ചെയ്യാൻ മാത്രം അന്ന് പോകുന്ന. അത് കഴിഞ്ഞ് വർഷങ്ങൾ എത്ര കഴിഞ്ഞു. അന്ന് എന്റെ മകള് കോളേജ് കിൻഡർ ഗാർഡനിൽ പോലും ചേർത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ പോകാൻ പറ്റില്ല. ഇപ്പൊ പ്ലൈവുഡ് ബോഡിയായി. അതുകൊണ്ട് ഇനി ഈ പ്ലൈവുഡ് ബോഡി. പക്ഷെ നമ്മൾ ഞാനും പണ്ട് ജിമ്മിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ ജിമ്മിലൊക്കെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ വരും. ഞങ്ങളുടെ ജിം എന്ന് പറയുന്ന ഒരു ഇതുപോലെ പൊതുവേദി പോലെ ഒരു ജിമ്മായിരുന്നു. പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഭക്ഷണമൊക്കെ കൊണ്ടുവരും, അത് അവിടെ വിതരണം ചെയ്യും. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിരാവിലെ എണീറ്റ്, എനിക്ക് ഡ്യൂട്ടിക്ക് അന്ന് സെയിൽസ് ഫീൽഡിലുണ്ട് പോകേണ്ടത് കൊണ്ട് അതിരാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിക്ക് പോകണ്ടേ. അതുകൊണ്ട് അന്ന് സ്വല്പം പ്രശ്നം ഉണ്ടായത്. പിന്നെ ഞാൻ ഈ നടന്ന് പണിയെടുക്കുന്ന ആളായതുകൊണ്ട് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിക്കല്ലാതെ തന്നെ നല്ല എക്സർസൈസ്. ഇപ്പോഴും എനിക്ക് ദൈവം സഹായിച്ച ഒരു അസുഖങ്ങളും എന്റെ ശരീരത്തിലില്ല. ഷുഗർ, ബോഡി വെയിറ്റ് ഒക്കെ ഇതാണോ? ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. ഷുഗർ ഇല്ല ആവശ്യത്തിന്. അതുകൊണ്ട് കണ്ടമാനം സ്വീറ്റ്സ് മേടിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ എല്ലാം റിവേഴ്സാ ജീവിതത്തിൽ. അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ബാങ്കിന്റെ കാര്യം ഇത് പറയാം. സോറി, എന്താ അതിന്റെ പേര്? ജിമ്മ്. അപ്പോ ഈ ജിം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇതുപോലെ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവരൊന്ന് തുടങ്ങി, പലിശ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്. അത് വലിയ സക്സസ്ഫുൾ ഒന്നും ആയില്ല. കാരണം നടക്കുന്ന കാര്യമല്ല. അവിടെ കിട്ടുന്ന ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരിക്കൽ ചാവക്കാട്ടൊരു ചങ്ങാതി പറഞ്ഞു, പൈസ വേണ്ട, നമുക്ക് അതിന്റെ ലാഭം മതി. അങ്ങനെയൊക്കെ ഓരോ വാക്കുകളായിട്ട് മാറ്റാനേ പറ്റുള്ളൂ. ഇതിപ്പോ കേട്ടിട്ട് വളരെ ഒരു ഫണ്ണി ആയിട്ടാ തോന്നുന്നത്. ഇപ്പൊ സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രം അവരുടെ ഏറ്റവും വലിയ ട്രഡീഷണൽ ഓർത്തഡോക്സ് മുസ്ലിംസ് ഉള്ള സ്ഥലമാണല്ലോ. അവിടുത്തെ സുൽത്താനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ് പോകുമ്പോൾ പട്ടി കുരയ്ക്കണമാതിരിയേ ഉള്ളൂ. ഇവിടെ ഒരുത്തന്നെ എഴുതിയിരുന്നു, അയാൾ ഒരു ഇതല്ല, അയാളെന്താ ആളാണ്, അവിടെ ലിക്കർ അലവ് ചെയ്തിരിക്കുന്നു, ഫോറിനേഴ്സ് ലിക്കറിന് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അതിപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ ജിമ്മ് തുടങ്ങുന്നതിൽ ഇത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ സ്ത്രീകൾക്ക് വരാൻ
പ്രത്യേകിച്ച് അതിന്റെ ഇപ്പൊ ഫിറ്റ്നസ് സെന്റർ എറണാകുളത്ത് ഞാൻ കിട്ടിയിട്ടുണ്ട് വലിയ അവിടെ, പക്ഷെ വലിയ പണക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്ക് പ്രത്യേക സെഷനും ഇതൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ ഈ പണ്ടൊക്കെ ഞങ്ങളുടെ ജിമ്മിലൊക്കെ 10 രൂപ 5 രൂപയ്ക്കായിരുന്നു ഫീസ്. അപ്പൊ അത് ആരും ചോദിക്കൊന്നുമില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ് ഒരു ജിമ്മിൽ ഫീസ് ഒക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുക ഇതൊക്കെ എങ്ങനെ കൊടുത്തു മനുഷ്യര് എന്ത്. ഞാൻ താമസിക്കുന്ന റിലയൻസിന്റെ ടൗൺഷിപ്പിലല്ലേ, ഇവിടെ 50,000 രൂപ കൊടുത്താലും ആളുണ്ട്. കാരണം അതുപോലെ അവർക്ക് വരുമാനമുണ്ട്, ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. ഇവിടെ യോഗ സെന്റർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അവരെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എന്നും ഇതാക്കി വെക്കാനായിട്ടുള്ളത്. പിന്നെന്താണ് ഈ യോഗ സെന്റർ. പിന്നെ സുംബ എന്ന് പറയണ്ട, അതിന് വേണ്ടി ഒരു ഡാൻസ് ഫ്ലോർ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിപ്പോ ഇവരിങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഇത്ര വലിയൊരു ഡേഞ്ചർ ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന വനിതകൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേക ടൈപ്പ് വന്നോട്ടെ മുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതിന്റെ പുറകിൽ ദുരുദ്ദേശമൊന്നും ഉണ്ടാകരുത്. അവസാനം മറ്റേ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രം അവിടെ പിടിച്ചു, അതുകൊണ്ട് അതിൽ നിന്നുള്ളതാണ്, അങ്ങനെയൊന്നും വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ ഒരു മതവിഭാഗത്തിൽ സ്ത്രീകളെ ഒന്നും മുന്നോട്ട് വരുത്തുന്നതിൽ. ഇപ്പൊ മുദ്ര ലോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി മലപ്പുറം ജില്ലയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കാരണം അവർക്കാണ് ഏറ്റവും ആവശ്യം, അവിടെ ജനസംഖ്യ ഉള്ളു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ജാംനഗറിൽ നിന്നാണ് ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേർന്നത്. അപ്പോൾ എന്നോട് പിന്നെ നമ്മുടെ ജയകുമാർ ചോദിക്കുന്നത് ബാലരാമപുരത്ത് മട്ടൺ കഴിക്കാൻ പോകാമെന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, എന്നിട്ട് എന്തായെന്ന് ചോദിക്കുന്നത്. ഞാൻ റെഡിയാണ്, ജയകുമാർ എന്ന് റെഡിയാണെങ്കിൽ നമ്മൾ പോവാം. ഞാൻ എപ്പോഴും മട്ടൺ കഴിക്കാനൊക്കെ റെഡിയാണ്. അപ്പോൾ ഷിജു കിരിയത്ത് എന്നോട് ചോദിക്കുന്നു പോലീസ് സ്റ്റോറി ഈസ് ജസ്റ്റ് പരിപ്പ് വട അലോങ് വിത്ത് ബ്ലാക്ക് ടീ എന്ന് പറയുന്നു. ഓക്കെ ശരി, ഓക്കെ. അപ്പം എന്നോടൊപ്പം സുനിൽ പറയുന്നത് ഞാൻ ജിമ്മിൽ പോയിരുന്നു, വെറും 30 രൂപയ്ക്കായിരുന്നു. ഇത്രയും മോഡേണായ ജിം ഒന്നും അല്ല അത് എന്നുള്ള. അതാണ് ഞങ്ങളൊക്കെ പരിശീലിക്കുന്ന സമയത്ത് ജിമ്മിൽ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു മാർഗമായല്ല എന്നത് നടത്തിയിരുന്നത്. അതൊരു എല്ലാവർക്കും അവിടെ പരിശീലിക്കാൻ ഇപ്പോൾ പൈസ ഇല്ലാത്തവരും ഒക്കെ വന്ന് പരിശീലിച്ചാലും അതിന് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവിടെ അതൊരു സ്പോർട്സ് സെൻറ്റർ പോലെ ഒരു സൗഹൃദ കൂട്ടായ്മ പോലെ ഉള്ളൊരു സ്ഥലമായിരുന്നു ജിം. അവിടെ ഞങ്ങൾ പല വിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ പല ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ജിമ്മിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. അങ്ങനെ വലിയൊരു കൂട്ടായ്മയായിരുന്നു ജിം. അപ്പോൾ ആ ജിം പോയി ഇന്നിപ്പോൾ പുതിയ ജിമ്മുകൾ വന്നിരിക്കുന്നു. അത് വലിയ ഫീസാണ് പലയിടത്തും ഈടാക്കുന്നത്. അതുകൊണ്ട് അത് ഒരു കച്ചവട താല്പര്യങ്ങൾ അതിലേക്ക് കൂടുതൽ വന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അങ്ങനെ വരികയും വേണം. കാരണം ഇത് പല ഉപജീവന മാർഗമായി ട്രെയിനർമാരും അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ നല്ലത് തന്നെ. പക്ഷേ ഇത്തരം പ്രവണതകൾക്ക് എത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ശ്രീ ജോസഫ് എന്നോടൊപ്പം ചേരുന്നു, മൈസൂർ. ജോസഫ്, മൈസൂരിൽ ധാരാളം ജിമ്മുകളുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? ഗുഡ് ഈവനിങ് മനോ. ഗുഡ് ഈവനിങ്. ഇന്ന് വലത്തോട്ടാണല്ലോ മുടി സ്വീകരിക്കുന്നത്, സാധാരണ ഇടത്തോട്ടായിരുന്നല്ലോ ജീവിത പതിവ്. എന്നെ അങ്ങ് ഇത്ര സൂക്ഷ്മമായി ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, ഈ എൻ്റെ ബാക്കിലെ കുറച്ച് മുടികൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാതെ. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്യുന്ന ആൾക്ക്, മേക്കപ്പ് എന്ന് വെച്ചാൽ ഈ മുടി ഇത് ചെയ്യുന്ന ആൾക്ക് ഇത് ചീവ് വെക്കലൊരു പ്രയാസമായി. കുറേ ദിവസം ദേഹം പലതരം ജെല്ലും അതും ഇതൊക്കെ തേച്ച്. കാരണം എന്താ, ഞാൻ ഈ തല ഇങ്ങനെ കുനിക്കുമ്പോൾ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സംവിധാനം ഒരു ക്രോമ സെറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ആ ക്രോമയെ ഡാമേജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടുപിടിച്ചൊരു വഴിയാണ് ഇത് തിരിച്ച് ജീവിയാൽ ആ എഴുന്നേറ്റ് നിൽക്കുന്നത് ഉണ്ടാവില്ല. ഇതൊക്കെ പൊതുവേദിയിൽ പറയേണ്ടതാണെന്ന് എനിക്കറിയില്ല, എങ്കിലും അതിപ്പോ ഇടത്തോട്ടായാലും വലത്തോട്ടായാലും മനു ഒരു സുന്ദരൻ തന്നെയാണ്. താങ്ക് യു മിസ്റ്റർ ജോസഫ്. അപ്പോൾ പക്ഷേ എന്നെ വിമർശിക്കുന്നവർക്കുള്ള ഓരോ ഇതുപോലുള്ള മറുപടികളും അങ്ങയുടെ മറുപടിയൊക്കെ ഇത് എന്നെ വിമർശിക്കുന്ന ഇവിടെയുള്ള ആളുകൾക്കുള്ള കൃത്യമായ ഉത്തരവാണെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇതൊരു ബിസിനസ് വേൾഡിലാണല്ലോ നമ്മൾ താമസിക്കുന്നത്. അതായത് ഈ ഇവിടെ കർണാടകത്തിൽ വയ്യാറിലാർക്ക് കോൺവെന്റ് സ്കൂളെന്ന് പല സ്കൂളുകൾക്കുണ്ടാവും പേര്. പക്ഷെ നടത്തുന്നത് ഹിന്ദുക്കളോ മുസ്ലിംസോ ആയിരിക്കും. അപ്പൊ ഈ കോൺവെന്റ് എന്ന് പേര് വന്നു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നും അവിടെ നല്ല ഡിസിപ്ലിൻ ഉണ്ടെന്നും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുമെന്നുള്ള ഒരു പിക്ചർ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കോൺവെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് കന്യാസ്ത്രീകൾ നൺസ് താമസിക്കുന്ന ഒരു സ്ഥലത്തിനല്ലേ നമ്മളല്ലേ, അങ്ങനെയല്ലേ കോൺവെന്റ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഈ പല സിസ്റ്റേഴ്സ് നടത്തുന്ന പല സ്കൂളുകൾക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പേരില്ല മറ്റോ അങ്ങനെ ഒന്നായിരിക്കാം. അപ്പം ഈ കോൺവെന്റ് സ്കൂളിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോഴായിരിക്കും മനസ്സിലായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഈ ക്രിസ്ത്യൻസേ അല്ല, അവർ മറ്റു മത വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ കോൺവെന്റ് എന്നുള്ള പേര് റൂറൽ ഏരിയയിലാണ് കൂടുതൽ കേട്ടോ ഇങ്ങനെയുള്ളതുള്ളത്.
അപ്പൊ ഇതൊരു നമ്മള് ക്രിസ്ത്യാനിറ്റി എടുത്തോ, ഇപ്പൊ ക്രൈസ്റ്റിന്റെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പം ക്രിസ്തു എന്ന് കേസും കൊടുക്കുകയില്ല, പുള്ളിയുടെ പേര് ഉപയോഗിക്കുന്നോണ്ടേ. ഓൺ ദ അതർ ഹാൻഡ് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാ ക്രിസ്തുവിനെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ ഈ കേസിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ മുസ്ലിം ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് ഏതോ ഒരു വിദ്വാൻ കൊടുത്ത ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം ജിം എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷെ ഇതിനൊരു ഫാർ റീച്ചിങ് എഫക്ട് ഉള്ളതാ. അതായത് നമ്മള് ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുക. അപ്പൊ ഇതൊക്കെ തുടക്കത്തിലെ കുറച്ച് കൺട്രോൾ ചെയ്യുക. അതായത് ഗവൺമെന്റിന്റെ ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനത്തിന് ഒരു പർട്ടിക്കുലർ മതവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യുന്നതിന് ബോർഡ് വെക്കുവോ, അതുപോലെ ഇതുപോലെ ജിമ്മിന്റെ കാര്യത്തിലായാലും ശരി, ഇനി ലൈസൻസിങ് സർക്കാരിന്റെ ലൈസൻസ് ഉള്ള ഒരു സ്ഥലത്തിലും പ്രത്യേക മതവിഭാഗത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പാടില്ല എന്നുള്ള നിയമം അതേപ്പറ്റി പഠിച്ചാൽ കൊള്ളാം സർക്കാർ. കാരണം ഇതൊക്കെ നമ്മുടെ മതസൗഹാർദ്ദത്തിന് വലിയ തുരങ്കം വെക്കുന്ന ചെറിയ പരിപാടിയാണ്. പക്ഷെ അതിന് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇത് വലിയ ദോഷങ്ങളുണ്ടാക്കും. അതായത് ഈ ജിമ്മിൽ കൂടുതൽ ആൾക്കാർ വരുന്നു, മറ്റേ ആൾക്കാരുടെ എണ്ണം കുറയുന്നു, അപ്പൊ അവനും ഇവരോട് വിരോധം തുടങ്ങുന്നു, ഇവർ തമ്മിൽ അടിയാകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരാനുള്ള ഒരു സാധ്യത ഇതിൽ ഞാൻ കാണാതിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വളരെ വ്യക്തമാണ്, ആ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ നിറയെ ആളുകൾ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN എന്നോട് പറയുന്നത് അദ്ദേഹം 15 വയസ്സ് മുതൽ യോഗ പരിശീലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ഈ 67ാമത്തെ വയസ്സിൽ അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയൊക്കെ ഒരു രഹസ്യം അതായിരിക്കും. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ യോഗയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ നിർത്തുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. പിന്നെ യോഗ ചെയ്യാൻ പറ്റാതായി. അപ്പോൾ വയറൊക്കെ കൂടുന്നതോടുകൂടി യോഗയൊക്കെ ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ എന്നെ ഒരാൾ വയലാറിലേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ 130 രൂപയ്ക്ക് അടിപൊളി ബീഫ് കറി കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, കൊള്ളാം. ഞാൻ ആ വഴി വരുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എന്നോട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയകുമാർ എന്നെ സുന്ദരൻ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനായിട്ടതും മറച്ചു വയ്ക്കുന്നില്ല എന്ന് ശ്രീ ജയകുമാർ പറയുന്നു. ഓക്കെ, താങ്ക് യു ജയകുമാർ. അപ്പോൾ ജയകുമാർക്ക് ഇങ്ങനെ ആ പ്രേക്ഷകരൊക്കെ എന്നെ ഇന്ന് എന്തോ പ്രത്യേകിച്ചൊരു അവർക്കൊരു ഇഷ്ടം തോന്നിയ ദിവസമെന്ന് തോന്നുന്നു. പലരും എന്നെ ഇന്ന് പുകഴ്ത്തുന്നുണ്ട്. ശ്രീ ജോസഫ് ഇപ്പോൾ മൈസൂറിൽ നിന്ന് വിളിച്ചപ്പോഴും പറഞ്ഞതിനെ പോലെ ചൂട് പിടിച്ച് ജയകുമാറും പറയുന്നുണ്ട്. അപ്പോൾ മുരളി സാറിനെ പോലെ എല്ലാവരും ഫോട്ടോ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് പരസ്പരം കാണാമായിരുന്നു അവരുടെ ഐഡിയിൽ എന്ന് ഒക്കെയുള്ള ചർച്ചകൾ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ദേ പോയി ദാ വന്നു. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ഷിജു എന്നോട് പറയുന്നത് അവിടെ 130 രൂപ കൊടുത്താൽ 7 പീസുള്ള ബീഫ് കറി കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആളുകളെല്ലാം ഇന്ന് വിശന്നിരിക്കുകയെന്ന് തോന്നുന്നു. നമ്മുടെ പൊതുവേദി പ്രേക്ഷകരെല്ലാം ഇന്ന് ഭക്ഷണത്തെക്കുറിച്ചും ബീഫിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ എന്നോട് പറയുന്നത് മനുസാറിൻ്റെ അമ്മയെയും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണമെന്നാണ്. വളരെ സന്തോഷം, അമ്മയെ ഞാൻ അറിയിക്കാം. അപ്പോൾ താങ്കളെപ്പോലെ അമ്മയെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ സുനിൽകുമാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സുനിൽകുമാറിൻ്റെ അന്വേഷണം ഞാൻ എൻ്റെ അമ്മയെയും അറിയിക്കാം. ഞാൻ പൊതുവേദിയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി എന്ന് ശ്രീ ശശിധരൻ പിള്ള പറയുന്നു. ഇത് ഇന്ന് വളരെ ഞാൻ നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ കൊള്ളാം എന്ന് പറയുന്നു. ഓക്കെ, പുകഴ്ത്തിയാൽ കമൻറ്റ് വായിക്കുന്ന പരിപാടി ആണ് എന്ന് പറഞ്ഞ് എന്നെ നിർത്തി എന്ന് പറയുന്നു. ഓക്കെ, ശ്രീ സുനിലിൻ്റെ കമൻറ്റ് അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വായിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഷിജുവും സുനിലും ഒക്കെ സ്ഥിരം കമൻറ്റ് ഇടുന്ന ആളാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ എന്നോടൊപ്പം ചേരുന്നത് ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, നമസ്കാരം. നമസ്കാരം. ഈ മണിമലയിലൊക്കെ ജിമ്മുണ്ടോ? ഞാൻ വഴി പോയപ്പോഴൊന്നും കണ്ടില്ല. ഉണ്ടോ? മണിമലയുണ്ട്, ജിമ്മുണ്ട്. ആണോ? ഇപ്പൊ ജിമ്മില്ലാത്ത സ്ഥലമുണ്ടോ? ചെറിയ സ്ഥലത്ത് ഒരു ജിമ്മില്ലേ? അത് ശരി. ആൾക്കാരിപ്പോ എന്താന്ന് വെച്ചാല് ഭക്ഷണം ഇപ്പൊ ഇന്ന് പകുതി സമയം ചെലവാക്കിയത് ഭക്ഷണത്തിന്റെ കാര്യം പറയാനല്ലേ. അപ്പൊ മനുഷ്യൻ ഭക്ഷണം കഴിച്ച് ഇപ്പൊ ജിമ്മിന്റെ ആവശ്യം വന്നിരിക്കുകയാണ്. ശരി. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെ 6 മാസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയായിരിക്കും, മരച്ചീനി, മീൻകറി. പിന്നെ 6 മാസം ചക്കയായിരിക്കും. ഈ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് വല്ല വിഷുവോ അതുപോലെ എന്തെങ്കിലും ഉത്സവങ്ങൾ വരുമ്പോ മാത്രാ.
അത് ശരിയാ. പണ്ട് അങ്ങനെയല്ലല്ലോ. ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് സംക്രാന്തി എന്നൊക്കെ പറഞ്ഞ ആ അത് ദിവസങ്ങളിൽ. തന്നെ അങ്ങനൊക്കെ വരുമ്പോഴാ വാവിന് അടയുണ്ടാക്കും. ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് ഭക്ഷണം ഈ പലഹാരങ്ങൾ കഴിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ വീട്ടിലും ഈ പലഹാരങ്ങളല്ലേ, ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങള്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പിസ്സ, ബർഗറുകൾ ഒക്കെ വന്നു തുടങ്ങി. ഇപ്പൊ എന്തൊക്കെയാന്ന് അതിന്റെ പേര് തന്നെ നമുക്കറിയില്ല, പിള്ളേർക്കേ അറിയുള്ളൂ. നമ്മളിപ്പോ എവിടെയെങ്കിലും കടയിൽ കയറിയാല് അവർ ഓർഡർ ചെയ്യുന്ന സാധനത്തിന്റെ പേര് അവർ ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുക എന്ത് സാധനമാണ്, തിന്നാൻ കൊള്ളാമെന്നാണെന്ന്. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ച് മനുഷ്യൻ ജിമ്മിന്റെ ആവശ്യം വന്നു. ചെറുപ്പത്തിൽ തന്നെ ആൾക്കാർ ഷുഗർ ആകുന്നു, പ്രഷർ വരുന്നു, കൊളസ്ട്രോൾ വരുന്നു. ഇതൊക്കെ പണ്ട് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്ന കാര്യങ്ങളാണ് നാട്ടിൻപുറത്ത്. ഇപ്പൊ റോഡിൽ കാണുന്ന 4 പേര് 3 പേർക്കും ഷുഗറാണ്. അപ്പൊ എന്ത് ചെയ്യും? വ്യായാമം ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ ഇതിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ യോഗയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എനിക്കൊരു 30-32 വയസ്സായ പോലെ ഞാൻ യോഗ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു 2 വർഷമായിട്ട് ഉഴപ്പുണ്ടെങ്കിലും അത്രയും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 30 വർഷം യോഗ ചെയ്തു. യോഗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്ന് വെച്ചാല് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ദിവസം നമ്മൾ യോഗ ചെയ്താൽ അതിന്റെ ഒരു എനർജി നമുക്കൊരു 3 ദിവസം നിൽക്കും. ആ 3 ദിവസം യോഗ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. സത്യമാണ് പറയുന്നത്, ചെയ്ത് നോക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ യോഗയിലും ജിമ്മിലും ഒക്കെ ഇങ്ങനെ മുസ്ലിം യോഗ, ഹിന്ദു യോഗ അങ്ങനെ വേണോ? അതിലേക്കാണ് വരുന്നത്. ഞാനൊരു ഒരു കവിതയുടെ 4 ലൈൻ ഇട്ടിരുന്നല്ലോ. വായനശാലയിലേക്ക് വരരുതേ നീയൻ ദൈവമേ, വിവിധ മതക്കാർ അവിടെ കാണും, മതമില്ലാത്തവരും. അപ്പൊ അത് അതിന്റെ അവസാനം തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിനക്ക് പറക്കാൻ ദേവാലയങ്ങൾ നിരവധി ഉണ്ടല്ലോ, പിന്നെ മനുഷ്യന്റെ ഹൃദയങ്ങളും നിനക്ക് വേണ്ടി തുറന്നിരിക്കുകയാണല്ലോ. നീ അവിടെ ഇരുന്നാ മതി, നിന്നെ കാണാൻ എല്ലാവരും അങ്ങോട്ട് വന്നോളും. നീ പുറത്തിറങ്ങിയാൽ കൊലവിളിക്ക് കാരണമാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ദൈവമേ എന്നാണ് ആ കവിത അവസാനിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കിട്ടാറുണ്ടോ പാട്ട്? എനിക്ക് തോന്നുന്നു പൊതുവേദിയിൽ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞെന്താന്ന് വെച്ചാല് ഇതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടത് ആവശ്യം വരുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വന്നേക്കുന്ന ഒത്തിരി മാറ്റങ്ങളുണ്ട്. നമ്മുടെ അമ്പലപ്പറമ്പുകള് ഒരു വിഭാഗം ആൾക്കാര് കുറുവടി എന്തി വ്യായാമത്തിനെന്ന് പറഞ്ഞ് ഡ്രിൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നല്ലോ. ഞാൻ അവരുടെ പേര് പറയണ്ടല്ലോ. അത് അമ്പലത്തിലായിരുന്നു അവർ ചെയ്യുന്നത്, അമ്പലമുറ്റങ്ങളിൽ. അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മറ്റവർക്ക് തോന്നിക്കാണും ഞങ്ങൾ എന്തുകൊണ്ടായിക്കൂടാന്ന്. അങ്ങനെ കണ്ണാശ്രമത്തിലെ ശൗന്തളയ്ക്ക് ആകാമെങ്കിൽ എന്തുകൊണ്ട് പാവപ്പെട്ട മാളുവിനും ആയിക്കൂടാന്ന് ചോദിച്ച പോലെയാ. മാളു എന്താ ചെയ്തതെന്നറിയാമോ? ശൗന്തള ചെയ്തപോലെ ഗാന്ധർവ വിധി പ്രകാരം കല്യാണം കഴിച്ചു. അതാ സംഭവം. എന്ന് പറഞ്ഞതുപോലെ ഒരു കൂട്ടർക്കാണെങ്കിൽ മറ്റൊരു കൂട്ടർക്കാകാമെന്നുള്ള ഒരു സംഗതിയാണ്. ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണം. അതൊരു സാമൂഹിക പ്രശ്നമായി മാറിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ കൊലവിളിക്ക് കാരണമാകാം. മനുഷ്യന്റെ മനസ്സിൽ വിഷങ്ങൾ കുത്തിവെക്കാൻ വേണ്ടി ഓരോ മതത്തിലും ഇപ്പൊ തീവ്രവാദ സംഘടനകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇങ്ങനെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടുമാണ്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ യോഗ നടപടികളൊക്കെ ശക്തിയായി പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോട് ശ്രീ മുരളീധരൻ നായർ MN ചോദിക്കുന്നത് മനുവിൻ്റെ മകൻ ഹയർ സെക്കൻഡറിയിൽ ചേർത്തോ ഇഷ്ടപ്പെട്ട വിഷയം കിട്ടിയതെന്നാണ്. അപ്പോൾ ശ്രീ മുരളീധരൻ നായർ MN ആ ഒരു എൻ്റെ മോൻ്റെ പേരൊക്കെ ഓർത്ത് വെച്ചിരിക്കുന്നു. സന്തോഷം, ഋഷഭ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. സന്തോഷം. അവന് ഇഷ്ടപ്പെട്ട വിഷയം കിട്ടിയത്. അവന് ഞാൻ പറഞ്ഞല്ലോ, അവൻ ഈ പരീക്ഷയിൽ അവൻ സ്കൂളിലെ അത്ര ഒരു വികൃതിയുള്ള ഒരാളായിരുന്നെങ്കിലും അവൻ എങ്ങനെയോ എല്ലാ വിഷയത്തിലും A+ ഒക്കെ ഒപ്പിച്ചു. അപ്പോൾ അവൻ അവിടെ ഒരു എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ഗവൺമെൻറ് സ്കൂളിലാണ് അവൻ പഠിച്ചത്. ആ സ്കൂളിലെ അധ്യാപകർ അവന് വലിയ ഒരു പിന്തുണയൊക്കെ നൽകി. അവരോടുള്ള നന്ദി സ്നേഹം എത്ര പറഞ്ഞാലും തീരില്ല. അവരെല്ലാം കൂട്ടായി യത്നിച്ച് അവിടെ കുറച്ച് കുട്ടികൾക്ക് ഇത് കിട്ടിയുള്ളെങ്കിലും അവർക്ക് ഇവന് അതിലൊരാളായി വരാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് ആ സ്കൂളിൽ തന്നെ വേണമെങ്കിൽ +2 ചേരാം എന്ന ഒരു നിലപാടാണ് ഉള്ളത്. മറ്റ് കാര്യങ്ങളും കൂടി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു വലിയ പ്രശ്നം, എൻ്റെ വൈഫ് ഒരു ട്രാൻസ്ഫറിന് തൃശ്ശൂരിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ എന്നുകൂടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ കാര്യം. അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചോദിച്ചതുകൊണ്ട്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ വിജിൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ വിജിൻ തൃശ്ശൂരിലെ എവിടുത്തെ ആളാണ്? തൃശ്ശൂർ വല്ലച്ചിറ. ശ്രീ വിജിൻ്റെ ജിമ്മൊക്കെ പോയിട്ടുണ്ടോ? ജിമ്മിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ ജിമ്മുകളുടെ ഒരു വലിയ നാടാണ്, അറിയാമോ? ചെറുപ്പം തൊട്ട് വർഷങ്ങളായിട്ട് പോണതാ. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കും. 46 വയസ്സായി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്പം തൊട്ടേ പോകണം. അപ്പൊ തൃശ്ശൂർ വളരെ പേര് കേട്ട ബോഡി ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു. മിസ്റ്റർ ബഷീർ എന്നൊരു ബോഡി ബിൽഡർ അവിടെ ഉണ്ടായിരുന്നു, അറിയാം? പിന്നെ അവിടെ നിന്ന് ഇഷ്ടംപോലെ മിസ്റ്റർ ഇന്ത്യൻ റെയിൽവേ, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ജൂനിയർ ഇന്ത്യ, ജോഷി, അങ്ങനെ കുറെ ബോഡി ബിൽഡേഴ്സിനെയൊക്കെ എനിക്കറിയാം. അപ്പൊ വിജിന്റെ അവിടുത്തെ ജിം ഏതാ? ഡ്രൈവ് ഹാർട്ട്.
അപ്പോൾ ഈ ജിമ്മുകളിൽ നമ്മൾ പോകുമ്പോൾ ഇതുവരെ കേൾക്കാത്തൊരു സാധനമാണ് ഈ റിലീജിയസ് ഫ്രണ്ട്ലി ജിം. അതിൻ്റെ ആവശ്യമുണ്ടോ? എന്താ വിജിന് തോന്നുന്നു? ഞാൻ ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ 4-5 ജിമ്മിലൊക്കെ മാറി മാറി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, മത്സരങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് എനിക്ക്. ആരോഗ്യം ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല. നമ്മൾ അങ്ങോട്ട് പോയി ജിമ്മ് ചെയ്ത് പോരും, അത്രേ ഉള്ളൂ. ഇതെന്തൊരു അവർക്ക് എന്തോ അങ്ങനെ തോന്നി, അത് അവർ ചെയ്യട്ടെ. വിജയിക്കണമെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യണ മാതിരി ജിമ്മിൽ പോവുക. വിജിൻ ചെറുപ്പത്തില് ജിമ്മിൽ കോമ്പറ്റീഷനൊക്കെ ബോഡി ബിൽഡിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? മിസ്റ്റർ തൃശ്ശൂർ, പിന്നെ ചെറിയ ചെറിയ പ്രൈസുകൾ അങ്ങനെ. അത് ഏത് വർഷത്തിലാണ് മിസ്റ്റർ തൃശ്ശൂർ ബോഡി കോമ്പറ്റീഷനിലൊക്കെ ഇറങ്ങി? അത് വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 2017 മറ്റോ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശരി. ഓക്കെ. അങ്ങനെ പോകുന്നു. അപ്പൊ അധികം ആയില്ല. 2017 എന്ന് പറഞ്ഞ ഒരു 10 വർഷം പോലും ആയിട്ടില്ല. അതിന് മുൻപും ഇറങ്ങിയിട്ടുണ്ട്, ചെറുപ്പകാലത്തൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പ്രൈസുകൾ, വലിയ പ്രൈസ് ചെയ്യാനുള്ള സാമ്പത്തികം നമുക്കില്ല, കൂലിപ്പണിയാണ്, അതിനിടയിൽ പോകുന്നു. അവിടെ തൃശ്ശൂരിൽ പണ്ട് വളരെ, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പണ്ട് ഈ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഇന്നത്തെ പോലെ പല ബോഡി ബിൽഡിംഗ്, അന്ന് ഒരു ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂരായിരുന്നു. MK ജോസ് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, തൃശ്ശൂരുകാരൻ. അദ്ദേഹമായിരുന്നു ഈ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറി. ഓക്കെ, വളരെ പണ്ടത്തെ കഥയെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വളരെ നന്ദി ശ്രീ വിജിൻ. വിജിൻ എന്ത് പണിയെടുക്കുന്ന ആളാണ്, അതുകൊണ്ട് അധികം ഞാൻ കൂലിപ്പണി, ടൈൽസ് പണി, അങ്ങനത്തെ വർക്കുകളൊക്കെ. അത് കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകും, രാവിലെ ഓടാൻ പോകും, 5 കിലോമീറ്റർ, അതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. വെരി ഗുഡ്. അപ്പോൾ ശരീരം ഫിറ്റാണ്, ഒന്നുകൊണ്ടും പേടിക്കാൻ. ഫിറ്റാണ്, ഇപ്പോഴും നല്ല സംഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നാണ്. ശ്രീ മുരളീധരൻ. ആദ്യം തന്നെ പറയട്ടെ സാർ, എല്ലാരും പറഞ്ഞ പോലെ തന്നെ മന്നവേന്ദ്ര വിളങ്ങുന്ന ചന്ദ്രനെ പോലെ നിൻമുഖം. സന്തോഷമായി. അപ്പൊ ഞാൻ വിളിക്കാനുള്ളൊരു കാരണം, ഇത് സാർ, ഇത് വിഭാഗീയത സൃഷ്ടിക്കില്ല ജനങ്ങളുടെ ഇടയ്ക്ക്. ഇത് കുറച്ചുപേര് മുസ്ലിം ഫ്രണ്ട്ലി, കുറച്ചുപേര് ഹിന്ദു ഫ്രണ്ട്ലി, വേറെ കുറച്ചുപേര് ക്രിസ്ത്യൻ ഫ്രണ്ട്ലി, ഈ രീതിയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകും? പിന്നെ ഒരു കാര്യം കൂടി, കേരളത്തിൽ മാത്രം പോരാ കേട്ടോ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്ലി മൊത്തത്തിൽ ടോട്ടൽ ആകാൻ. ഇപ്പൊ ഇതിനു മുമ്പേ പറഞ്ഞ ഒരാള് കേരളത്തിൽ അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു. ലോകം മുഴുവൻ ഒരു നാടല്ലേ നമ്മള്. അപ്പൊ അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും ഒരു അവരവരുടെ വിശ്വാസാനുസരിച്ച് ആ വിശ്വാസങ്ങൾക്ക് അവരുടെ സ്വകാര്യ അവര് പുലർത്തട്ടെ. പുറമേ നോക്കുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ മാറി ആ ഫോട്ടോയും അതും എല്ലാം ഇങ്ങനെ കാണുമ്പോ പിന്നെ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോ ഇവരൊക്കെ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോ ഒരുപാട് പിന്നെ മുസ്ലിം ക്രിസ്ത്യൻ പിന്നെ സുഹൃത്തുക്കളുണ്ട്. ഇതുപോലെ ഇങ്ങനെ വിഭാഗീയമായിട്ട് മാറി 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 വരുമ്പോ ഞങ്ങൾ തമ്മിലുള്ള ആ പരസ്പരം കാണുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കരുത്. അതുകൊണ്ട് ഇതിനകത്ത് ഭരണപരമായ ഭരണകക്ഷികൾ ഭരിക്കുന്നവർ പോലും ഇതിന് പിന്നെ ഇതിന്റെ അവരെ നേരെ നടത്തിക്കാനുള്ള ഇതൊന്നും നിയമപരമായിട്ട് പാടില്ല. കാരണം അപ്പൊ സമയം ഇങ്ങനെ അതിക്രമിക്കുന്നത് കൊണ്ടാണ്, മറ്റാളുകളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ടാണ്. അപ്പോൾ വയനാട്ടിൽ നിന്നാണ് അങ്ങ് വിളിക്കുന്നത്. വയനാട് നിറയെ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഉള്ളൊരു നാടാണ്. മിസ്റ്റർ അബു സലീം അല്ലേ, പണ്ട് അവിടുത്തെ അദ്ദേഹം ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അബു സലീം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല സാർ, എനിക്ക് ഇതുമായിട്ട് ഈ മേഖലയായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല. ശ്രീ അബു സലീമിന് എപ്പോഴെങ്കിലും അവിടെ ഹോട്ടൽ അബു സലീം എന്റെ അയൽവാസിയാണ്, ഒരു 5 കിലോമീറ്റർ ഉള്ളു, എനിക്കറിയാം. അപ്പൊ അദ്ദേഹം പണ്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ ഒരു ഹോട്ടലൊക്കെ നടത്തുന്നുണ്ട്. ഹോട്ടൽ നടത്തുന്നു, അത് തന്നെ. ഓക്കെ, അപ്പോൾ ഏതായാലും സന്തോഷം. ശ്രീ മുരളീധരൻ നായർ വയനാട്ടിൽ നിന്ന് എന്നോടൊപ്പം ചേർന്ന് അബു സലീമിന്റെ അയൽക്കാരനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ ചന്ദ്രൻ നായർ, ചുരുങ്ങിയ വാക്കുകൾ, സമയം കഴിഞ്ഞു. മനസാറിന് എല്ലാരും കൂടെ ചേർന്നിട്ട് എന്താന്ന് വെച്ചാൽ ഒരു രമണനാക്കിയിട്ടുണ്ട് സാർ. ഏതായാലും അത് നല്ലത് സാർ. എനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമാണ് സാർ എനിക്ക് പറയാനുള്ളത്. അതായത് കുറച്ച് ഭൂമിയും ഒരു മൺമട്ടിയും മനസ്സും ഉണ്ടെങ്കിൽ അതാണ് സാർ എന്റെ ജിമ്മ്, അതാണ് എന്റെ അനുഭവം. ജിമ്മിൽ പോകുന്ന ആരെ ഞാൻ എതിർക്കുന്നില്ല, എല്ലാരോടും സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അവരുടെ പറമ്പ് കാട് കയറി കിടക്കുന്ന സമയത്തും അവർ ജിമ്മിൽ പോവുകയാണ്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാറേ. സമയം കുറവായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ നന്ദി. അപ്പോൾ പണിയെടുക്കാൻ സ്ഥലമുള്ളവന് ഒരു ജിമ്മും പോകേണ്ട, ഫുഡ് കഴിച്ച് വെറുതെ ഇരിക്കുന്നവർ ഉദ്ദേശിച്ചാണ് ജിമ്മുകൾ എന്ന് സുനിൽ പറയുന്നു. അപ്പോൾ ഇത് പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരു രസമാണ്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ജിമ്മിൽ പോകുന്നത് ബോഡിക്ക് മാത്രമല്ല, നമ്മൾ പലതരം മത്സരങ്ങളിലൊക്കെ ഏർപ്പെടും. റെസ്ലിംഗ്, അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ്, ജൂഡോ, ബോക്സിംഗ്, അങ്ങനെയൊക്കെയുള്ള കലകളൊക്കെ അന്ന് അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
ഓക്കെ. അപ്പോൾ ഹേ മതമേ, നീ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരരുതേ, നിനക്കിവിടെ മതസൗഹാർദ്ദം കാണാം എന്ന് എടപ്പാളിൽ നിന്ന് രാജീവ് മാക്കോത്ത്. ഓ സച്ചു, രാജീവേ, വളരെയധികം സന്തോഷം അത് കേൾക്കുമ്പോൾ. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടോ എന്ന ഒരു ചോദ്യം ഞാൻ ആളുകൾക്ക് മുന്നിൽ വെച്ചു. അപ്പോൾ അതിനെ എതിർക്കണമെന്ന ചോദ്യത്തിൽ 47% ആളുകൾ മാത്രമേ അത് എതിർക്കണമെന്ന നിലപാടുള്ളൂ. 53% ആളുകൾ അത് എതിർക്കണ്ട എന്നുള്ള ഒരു നിലപാടാണ്. ഏതായാലും ഓരോ വ്യക്തിക്കും തൻ്റെ വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കാനും സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള അവകാശമുള്ളൊരു നാടാണ് നമ്മുടേത്. എന്നാൽ അതോടൊപ്പം സമൂഹത്തെ കൂടുതൽ അടുത്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അടുപ്പിക്കുന്ന പൊതുവേദികൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് യാഥാർത്ഥ്യം. ഒരുമിച്ച് പരിശീലിക്കുകയും മത്സരിക്കുകയും വളരുകയും ചെയ്യുന്ന ഇടങ്ങളിലാണ് പരസ്പര ബഹുമാനവും സൗഹൃദവും ഉണ്ടാകുക. ജാതിക്കും മതത്തിനും സംസ്കാരത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവർക്കും ഒത്തുചേരാൻ കഴിയുന്ന വേദികളെയാണ് നാം സൃഷ്ടിക്കേണ്ടത്. അതാണ് കായിക രംഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതാണ് ആരോഗ്യകരമായ ഒരു സമൂഹത്തിൻ്റെ അടിത്തറ. ആരോഗ്യമുള്ള ഒരു ശരീരം പോലെ പ്രധാനമാണ് വിശാലമായ ഒരു മനസ്സ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.